ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ നിങ്ങളോടൊപ്പം ദൈവവചനം പങ്കിടുവാൻ ദൈവം നൽകിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ ദിവസത്തിലെ ധ്യാന വിഷയം വിശുദ്ധരായിരിക്കുവിൻ, ബി ഹോളി. അന്നേ ദിവസം വായിക്കുന്ന വേദഭാഗങ്ങളിലൊക്കെയും വിശുദ്ധിയുടെ ആവശ്യകതയെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുകയാണ്. വിശുദ്ധിക്ക് ഗ്രീക്ക് വാക്ക് ഹഗിയോസ് എന്നാണ്. കാദേശ് എന്നത് എബ്രായ പദവും ഇതിൽ പഴയ നിയമത്തിൽ 830 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വേർതിരിക്കപ്പെട്ടത്, ദൈവത്തിൻ്റെ വക, ദൈവത്തിന് വിധേയപ്പെട്ടത്, ദൈവത്താൽ നിയുക്തമായത്, അഭിഷേകം ചെയ്യുക, വിശുദ്ധി എന്ന വാക്കിൽ നിന്ന് പ്രചോദനമേകുന്ന മറ്റു വാക്കുകൾ. വിശുദ്ധരായിരിക്കുക എന്ന് പറയുന്നത് ദൈവ കൽപ്പനയാണ്. അത് അനുസരിക്കുക എന്നത് നമ്മുടെ കടമ. യജമാനൻ പറയുന്നത് ദാസൻ ചെയ്യുന്നത് പോലെ യജമാനൻ എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ ജീവിതത്തിൽ ആയിത്തീരുക എന്നുള്ളതാണ് വിശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും ചിന്തകളിലും കാഴ്ചപ്പാടുകളിലും ജീവിതകാലം മുഴുവനും ദൈവത്തിൻ്റെ ജനമായി ജീവിപ്പാനും അവിടുന്ന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ പറയുന്നു, നാം അവിടുത്തെ വിശുദ്ധ ജനമായിരിക്കേണ്ടതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യോർദാൻ നദി കടക്കുന്നതിന് മുമ്പ് യോശുവ ജനത്തോട് പറയുകയാണ്, ഇന്ന് നിങ്ങളെ വിശുദ്ധീകരിച്ചാൽ നാളെ നിങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതം കാണും. ദൈവത്തിൻ്റെ സർവ്വപ്രവർത്തനങ്ങൾക്കും അത്ഭുതങ്ങൾക്കും പ്രേരക ശക്തി എന്ന് പറയുന്നത് അവൻ്റെ വിശുദ്ധിയുടെ തീക്ഷ്ണതയാണ്. പരമമായ ദൈവത്തിൻ്റെ പര്യായമാണ് വിശുദ്ധി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യസ്തതയും അതുതന്നെയാണ്. പാപമൊഴികെ, അശുദ്ധി ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. അപ്പോൾ ദൈവിക ജീവിതത്തിനും ദൈവിക ശുശ്രൂഷകൾക്കും വിളിച്ചു ചേർക്കപ്പെട്ടവർ വിശുദ്ധിയുള്ളവർ ആയിരിക്കണം എന്നതാണ് ദൈവവചനത്തിൻ്റെ മുഖ്യമായ വ്യവസ്ഥ. അതിന് വീണ്ടും ദർശനമേറിയ ഒരു വചനമാണ് നമുക്ക് ലഭ്യമാകുന്നത്. വിശുദ്ധീകരിക്കുന്നവൻ ഇനിയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതീകരിക്കുന്നവൻ ഇനിയും തങ്ങളെ നീതീകരിക്കട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഉണരാറുണ്ടോ? എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഒരു ആലയത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക. പ്രാർത്ഥനയാണ്, ആരാധനയാണ്. ആ ആലയത്തിനുള്ളിൽ അശുദ്ധിക്ക് യാതൊരു പ്രാധാന്യവുമില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെയും വിശുദ്ധിയുടെ ആലയമായി കാണണം. നമ്മുടെ വാക്കുകൊണ്ട് അശുദ്ധമാവുകയാണ്, നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ ജീവിതം, ശരീരം അശുദ്ധമാവുകയാണ്, കാഴ്ചപ്പാടുകൾ കൊണ്ട് അശുദ്ധമാവുകയാണ്. ചിന്താഗതികൾ മോശമാകുമ്പോൾ നമ്മുടെ ജീവിതം അശുദ്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. സങ്കീർത്തനം 1 തന്നെ പറയുന്നുണ്ട്, നാം വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ ഒന്നാമതായി ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നമ്മൾ നടക്കരുത്. വിശുദ്ധിക്ക് കോട്ടം തട്ടുന്ന എന്തെങ്കിലും ആലോചനകൾ കേൾക്കാനിടയായാൽ അത് വിട്ടകന്ന് മാറി നടക്കാനുള്ള പ്രചോദനം നമുക്കുണ്ടാകണം. അത് ദൈവികമായ ബന്ധത്തിലൂടെ മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആലോചനകളിൽ നിന്നും മാറി നടക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. രണ്ടാമതായി പാപികളുടെ വഴികൾ തിരിച്ചറിയണം. നമ്മെ അശുദ്ധിയിലേക്ക് വലിച്ചിഴയ്ക്കുന്ന വഴികളെ നമ്മൾ തിരിച്ചറിയണം. പാപിയുടെ വഴിയിൽ നിൽക്കരുത്. അങ്ങനെയുള്ള അശുദ്ധിയുടെ ഇടങ്ങൾ കാണുമ്പോൾ നിൽക്കാതെ മാറി സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. 3, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നമ്മൾ ഇരിക്കരുത്. പൊട്ടച്ചൊൽ കളിവാക്കുകൾ പറയുന്ന പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. യഹോവയുടെ സമക്ഷത്തിരുന്ന്
ദർശനാത്മകമായ ജീവിതം നമ്മൾ പ്രാപിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിന് വസിപ്പാൻ ദൈവം സൃഷ്ടിച്ച ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിപ്പാനും മാനിപ്പാനും നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ഇതേ പ്രതി 3 ചിന്തകൾ പ്രാർത്ഥനയോടെ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചിന്ത, ദൈവവചനത്തോടുള്ള നിരന്തരമായ അടുപ്പം വിശുദ്ധിയുടെ സ്ഥാനാധിപതികളായി നമുക്ക് ജീവിക്കുവാൻ കഴിയും. അതിനകത്ത് വിശ്വാസം, പ്രാർത്ഥന, ആത്മാവിൻ്റെ സകല ഉൾഫലങ്ങളും അതിനുള്ളിൽ നിറയുകയാണ്. വിശുദ്ധീകരണം എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. വിശുദ്ധിയുടെ സ്രോതസ്സായ ദൈവം തന്നെ നിയോഗിച്ചതാണ് ന്യായപ്രമാണ പ്രകാരമുള്ള വിശുദ്ധീകരണങ്ങളും മുറകളും. ദൈവമക്കൾക്ക് വിശുദ്ധ ജീവിതത്തിന് അടിസ്ഥാനമായ പാപമോചനവും നീതീകരണവും നൽകുന്നത് ദൈവമാണ്. ഒരുത്തരുടെ നന്മ കൊണ്ടോ യോഗ്യത കൊണ്ടോ പ്രയത്നം കൊണ്ടോ അത് നേടുവാൻ സാധ്യമേ അല്ല. പാപമോചനവും വിശുദ്ധീകരണവും തികച്ചും ദൈവത്തിൻ്റെ ദാനമാണ്. അത് വിശ്വാസത്താൽ നാം അത് സ്വീകരിച്ച് അനുഭവമാക്കുകയാണ്. ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പല ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ വിശുദ്ധിക്കും പാപമോചനത്തിന് വേണ്ടി ഇന്നുവരെ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചെടുത്തിട്ടില്ല. വിശുദ്ധിക്കും പാപമോചനത്തിനും നാം ന്യായപ്രമാണത്തിൻ്റെയും ദൈവത്തിൻ്റെയും സമക്ഷത്തിൽ വന്നെത്തുക അല്ലാതെ വിശുദ്ധിയും പാപമോചനവും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയുകയില്ല. ദൈവസൃഷ്ടിയായ മനുഷ്യനിലെ നന്മയുടെ പ്രവണത വികസിപ്പിച്ച് വളർത്തി പൂർണ്ണതയിൽ എത്തിച്ചേരാമെന്ന ഉപദേശം മനുഷ്യപാപമോ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങളോ കൽപ്പനകളോ അനുസരിക്കാനോ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനോ ദൈവത്തോട് ചേരാനോ വിശുദ്ധിയോടുകൂടെയുള്ള ജീവിതം എന്നുള്ള ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ആ സത്യം ആരും ഗൗരവപൂർവം ഇന്ന് കണക്കിലെടുക്കുന്നില്ല. അതിന് ദൈവകൃപയുടെ സാന്നിധ്യവും ആരും അംഗീകരിക്കുന്നില്ല. പാപമോചനവും നീതീകരണവും വിശുദ്ധീകരണവും മനുഷ്യനിൽ ദൈവത്തിൻ്റെ കൃപയുടെ പ്രവർത്തനങ്ങളാണ്. ഇത് നമ്മൾ ജീവിതത്തിൽ ആഴമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുകയാണ് പ്രഥമമായ പടി എന്ന് പറയുന്നത്. ഞാൻ ലൗകികൻ അല്ലാത്തതുപോലെ നിങ്ങളും ലൗകികന്മാരാകാതിരിക്കണമെങ്കിൽ, 2 ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ ജീവിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ അടുക്കൽ നിൽക്കണമെങ്കിൽ, ജീവിത അവസാനം വരെ നിറഞ്ഞ ദൈവിക സന്തോഷത്തിൽ ജീവിക്കണമെങ്കിൽ ഞാൻ അവർക്ക് വചനം കൊടുത്തിരിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അപ്പോൾ അവർക്ക് വചനം കൊടുത്തിരിക്കുന്നു. സ്വർഗത്തിൽ നിറങ്ങിയ ജീവൻ്റെ അപ്പം ഞാനാകുന്നു, അത് തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും, നിറഞ്ഞ സന്തോഷത്തോടെ ജീവിക്കും, ലൗകികനാകാതെ ജീവിക്കും, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ ജീവിക്കും. ദൈവത്തിൻ്റെ അടുക്കൽ നിൽക്കാനായിട്ട് ഈ വചനം അവനെ എപ്പോഴും പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കും. പിന്നെ പറയുന്നുണ്ട്, സത്യവചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. അപ്പോൾ നിൻ്റെ വചനം സത്യമാകുന്നു. നമുക്ക് വിശുദ്ധീകരണം ലഭ്യമാകുന്നത് സത്യവചനത്താലാണ്. വിശുദ്ധി ലഭിക്കാത്ത കാര്യങ്ങളും ഈ ലോകത്തുണ്ട്. നമുക്ക് ലഭിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും നമ്മുടെ വിശുദ്ധിക്ക് പ്രചോദനമാകണമെന്നില്ല. സത്യവചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. അപ്പോൾ സത്യം ഫോഷ്ക് കൊണ്ട് വിശുദ്ധി പ്രാപിക്കില്ല, കാപട്യങ്ങൾ കൊണ്ട് വിശുദ്ധി പ്രാപിക്കാൻ കഴിയില്ല, അനുസരണക്കേടുകൾ നിമിത്തം വിശുദ്ധി പ്രാപിക്കുവാൻ നമുക്ക് കഴിയില്ല. സത്യം കൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യന് വിശുദ്ധനായി ഭൂമിയിൽ, നിഷ്കളങ്കനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. സങ്കീർത്തനം 15-ലും 24-ലേക്ക് നമ്മൾ വരുമ്പോൾ, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും, നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സു വയ്ക്കാത്തവൻ, കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. 24-ൽ പറയുന്നുണ്ട്, യഹോവ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. അവിടെ പറയുന്നുണ്ട്, വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയം, വ്യാജം സംസാരിക്കാത്തവൻ, ഫോഷ്ക്ക് സംസാരിക്കാത്തവൻ, ഇതാകുന്നു യഹോവയെ അന്വേഷിക്കുന്നവരുടെ തലമുറ. 17-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നാം സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സർവ
പ്രവർത്തനങ്ങൾക്കും അത്ഭുതങ്ങൾക്കും ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. ആ വിശുദ്ധിയിലേക്ക് നമുക്ക് മടങ്ങി വരാൻ കഴിയണം. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് വിശുദ്ധി എന്നത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. ഇത് മനുഷ്യഭാഗമാണ്. വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതത്തിൻ്റെ നയഭാവവും മാതൃകയുമാണ് ക്രിസ്തു. പാപം വിശുദ്ധിയുടെ തോത് ലഘൂകരിക്കുന്നുണ്ട്. ചിലർ വിശുദ്ധീകരണത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും ദൈവത്തിൻ്റെ ചുമലിൽ വയ്ക്കുകയാണ്. ഇത് ദൈവമക്കളെ ഉത്തരവാദിത്വമില്ലാത്ത ഒരു യന്ത്ര സമാനമാക്കി മാറ്റുന്നു. നിശ്ചേതന വസ്തുവിന്മേൽ, ചലനമില്ലാത്ത വസ്തുവിന്മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നില്ല. ബുദ്ധിയോടും വിവേകത്തോടും ദൈവിക ജീവിതം സ്വീകരിച്ച് അതിനോട് അനുരൂപപ്പെടുന്നവർക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അനുഭവിപ്പാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പാപത്തോടും അശുദ്ധിയോടുമുള്ള ദൈവമക്കളുടെ പോരാട്ടത്തിൻ്റെ തീവ്രതയാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 7-8 അധ്യായങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാവുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12-13 വാക്യത്തിൽ പറയുന്നു, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവത്തിൻ്റെ തിരുവുള്ളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഒരു വിശ്വാസിയിൽ നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഇച്ഛയും ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ തിരുവുള്ളത്തിന് അടിസ്ഥാനമായിട്ടാണ് നിർവഹിക്കപ്പെടുന്നത്. ഇതിന് ഉറപ്പാണ് 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നാം ക്രിസ്തുവിനോട് സദൃശ്യരാകും. വിശുദ്ധി എന്ന അനുഭവത്തിലാണ് നാം ക്രിസ്തുവുമായി ഉൾച്ചേരപ്പെടുന്നത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-17 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ ഈ വചന വ്യവസ്ഥയിലേക്ക് നമ്മൾ ആഴമായി വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതെത്ര പേർ ഈ നാളുകളിൽ തിരിച്ചറിയുന്നുണ്ട്? ഈ ഒരു തിരിച്ചറിവിലേക്ക് എത്ര പേർ മടങ്ങി വരുന്നുണ്ട്? ആ മന്ദിരത്തിൽ മനുഷ്യൻ്റെ ആത്മാവല്ല, ഈ ലോകത്തിൻ്റെ ആത്മാവല്ല വസിക്കുന്നത്. ആ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെന്ന് നമുക്കറിയാം, നല്ലവണ്ണം അറിയാം. നമ്മൾ അറിയാത്തവരായി മുന്നോട്ട് സഞ്ചരിക്കുന്നു. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ ശരീരത്തെ ഇല്ലാതാക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നശീകരണം എന്ന് പറയുന്നത് ന്യായവിധിയുമായുള്ളൊരു ബന്ധം അവിടെ കുറിക്കുകയാണ്. ഇന്ന് ഈ ഭൂമിയിൽ ദൈവം ദാനമായി തന്ന ഈ ശരീരത്തെ സകല മ്ലേച്ഛതകൾക്കും അനീതികൾക്കും നമ്മൾ വശമതരാക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കും. അന്ന് ദൈവം ഈ മന്ദിരത്തെ പൂർണ്ണമായും നശിപ്പിച്ചു കളയും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, ഒന്നുകൂടി തിരിച്ചറിവിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്, അത് നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിവിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരുന്നതാണ് ഈ തിരുവചനത്തിൻ്റെ ശബ്ദം. നിങ്ങളും അങ്ങനെ തന്നെ. ആവർത്തന പുസ്തകം 7-ാം അധ്യായം പഠിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ദൈവിക സാക്ഷ്യം വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം. സമൂഹത്തിൽ വ്യത്യസ്തരായി ജീവിക്കണമെന്നുള്ളതാണ് ഇതിലെ സന്ദേശം. ദൈവത്തിൻ്റെ ആത്മാവിന് വസിപ്പാൻ, ദൈവം സൃഷ്ടിച്ച ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിപ്പാനും, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാക്കാനും നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. അതിന് ആത്മാവിൻ്റെ ഫലങ്ങളിലെ പ്രധാന ഫലമായ ഇന്ദ്രിയ ജയം നമ്മൾ നേടിയിരിക്കണം. ഇത് നേടുന്നവന് മാത്രമാണ് ആ വിശുദ്ധിയുടെ അനുഭവത്തിൽ ഒന്നുചേരുവാനായിട്ട് സാധ്യമാകുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധി ദൈവത്തിനും മനുഷ്യർക്കും തമ്മിൽ അടുത്ത കൂട്ടായ്മ ഉളവാക്കുകയാണ്. നിയറസ്റ്റ് ഒരു ഫെലോഷിപ്പാണ്. ദൈവവുമായി നിരന്തരം ഇടപെടാനും സംസാരിക്കാനും കഴിയുന്ന കൂട്ടായ ബന്ധം. അത് മോശയ്ക്കുണ്ടായിരുന്നു. ഒരു സ്നേഹിതനെ പോലെ മോശ ദൈവത്തോട് സംസാരിച്ചു. ആദ്യ മാതാപിതാക്കൾക്കും ഈ ഒരു കൂട്ടായ്മ ബന്ധമുണ്ടായിരുന്നു. ഒരുമിച്ച് നടന്നു, ഒരുമിച്ച് സംസാരിച്ചു. പക്ഷെ എപ്പോഴാണ് അവർ ആ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് വേർപിരിയുന്നത്? അവരുടെ തനതായ ശൈലിയിലേക്കും രൂപത്തിലേക്കും ഭാവങ്ങളിലേക്കും ചിന്തകളിലേക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതിനെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ ഒരുങ്ങുമ്പോൾ, സ്വയം ഒരുങ്ങുമ്പോൾ, അത് മറ്റൊന്നിനെ ആശ്രയമാക്കി അടിസ്ഥാനമാക്കി ദൈവം നിരോധിച്ചതിനെ മറ്റൊരാളുടെ പ്രേരക ശക്തിയിൽ പ്രലോഭനങ്ങളും ചിന്തകളും ഉള്ളിൽ വഹിക്കുവാൻ തുടങ്ങുമ്പോഴാണ് ഈ ആദിമാതാപിതാക്കളുടെ വിശുദ്ധി ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത്, തേജസ് നഷ്ടപ്പെടുന്നത്. ദൈവമായൊരു കൂട്ടായ്മ ബന്ധം
അവിടെ മുറിയുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്നത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. ദൈവം ആരാണ്? എൻ്റെ ദൈവം വിശുദ്ധിയുടെ അധിപനാണ്. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്, അശുദ്ധി ഒഴികെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നാം ദൈവജനമെന്ന നിലയിൽ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഈ ലോകത്തോടാണോ നമ്മൾ കടമപ്പെട്ടിരിക്കുന്നത്, അതോ ദൈവത്തോടാണോ നമ്മൾ കടമപ്പെട്ടിരിക്കുന്നത്? അശുദ്ധിയോടാണോ നമ്മൾ കടമപ്പെട്ടിരിക്കുന്നത്, വിശുദ്ധിയോടാണോ നാം കടമപ്പെട്ടിരിക്കുന്നത്? ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അറിഞ്ഞു ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് നമുക്ക് മടങ്ങി വരാനായിട്ട് കഴിയണം. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് വിശുദ്ധിയിൽ വളരുക എന്നുള്ളതാണ്. ദൈവത്തെ അനുകരിക്കുക, ഫോളോ ചെയ്യുക, ദൈവത്തെ കണ്ടുപഠിക്കുക. വിശുദ്ധീകരണം ഒരു ദൈവ പൈതലിന് ദൈവിക വളർച്ചയുടെ അനുഭവമാണ്. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടമായ വിശുദ്ധി, ബുദ്ധിഹീനരാകാതെ. അപ്പോൾ നമുക്ക് ദൈവത്തിന് ഇഷ്ടം എന്തെന്നറിയാം, അതിനുള്ള ജ്ഞാനം ദൈവം നൽകിയിട്ടുണ്ട്. നല്ലതിനെ തിരിച്ചറിയാനുള്ള ജ്ഞാനം ദൈവം തന്നിട്ടുണ്ട്. നല്ലത് ചെയ്യാൻ, നല്ലത് പ്രവർത്തിക്കാൻ, നല്ലതിനോട് ഇഴുകിച്ചേരാൻ, നല്ലതിനെ മുറുകെ പിടിപ്പാൻ, നല്ലതിനെ ഉള്ളിൽ സ്വാംശീകരിപ്പാൻ, നല്ലതിനെ ഹൃദയത്തിൻ്റെ നിലത്ത് ഇടുവാൻ ദൈവം ജ്ഞാനം തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധിയുള്ള ജീവിതമാണ്. ഇത് നമ്മുടെ സ്രഷ്ടാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, ഈ ലോകം തിന്മയും അശുദ്ധിയും അഴുക്കും നിറഞ്ഞതാണ്. അതുകൊണ്ട് സൂക്ഷ്മതയോടെ, അപ്പോൾ ഈ ലോകത്ത് നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കണം. എന്തും കാര്യം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സൂക്ഷ്മതയോടെ നമ്മൾ മുന്നോട്ട് പോകണം. ദൈവിക ജീവിതം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ജീവിതമാണ്. ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യേണ്ട ജീവിതമാണ്. അപ്പോൾ ആ ജ്ഞാനം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നടക്കേണ്ട രീതി നമുക്കുണ്ടാകും. വിശുദ്ധിക്ക് ചേർച്ചയില്ലാത്തതിനെല്ലാം നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ ഒരു സഭയാണ്. ക്രിസ്തുവിനോടുള്ള ഒരാദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു സഭയാണ്. ഈ സഭയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ദുരുപദേശം നിറയപ്പെട്ട എന്ന് പറഞ്ഞാൽ നല്ല ഉപദേശത്തിന് വിരുദ്ധം, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്. ഈ മുന്തിരിച്ചാറിൽ നിന്ന് എടുക്കുന്ന വീഞ്ഞിനെ കാലക്രമത്തിൽ സൂക്ഷിച്ചതിന് വീര്യം കൂട്ടുന്ന അനുഭവമുണ്ട്. അത് അധികം ലഹരിയാണ്. അത് നമ്മൾ കുടിക്കുമ്പോൾ മനുഷ്യന് നിയന്ത്രണമെല്ലാം നഷ്ടപ്പെടുകയാണ്. അവൻ ദുർനടപ്പുകാരനാകാനും സാധ്യതയേറെയാണ്. നല്ല ഉപദേശം എന്ന് പറയുന്നത്, ലളിതമായ ഉപദേശങ്ങൾ മനുഷ്യൻ്റെ നല്ല ജീവിതത്തിന് നടപ്പിനും, ദുരുപദേശങ്ങൾ ദുർനടപ്പിനും കാരണമായി തീരുന്നു. അതുകൊണ്ട് ദുരുപദേശം നിറഞ്ഞ ഈ സഭ പലപ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചവരാണ്. ആ സഭയോടാണ് പൗലോസ് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ ഇഷ്ടമായ വിശുദ്ധി ബുദ്ധിഹീനരാകാതെ ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുക. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ആത്മാവ് നിറഞ്ഞവരായി. വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ആത്മാവ് നിറഞ്ഞവരായി മാറണം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയണം. 2 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച്. ഇവിടെ വ്യക്തമായൊരു ചിന്ത നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വിശുദ്ധിക്ക് ദൈവത്തോടുള്ള ഒരു ബന്ധം, മുറിഞ്ഞു പോകാത്ത, അറ്റുപോകാത്ത ബന്ധം നമുക്ക് പ്രതിദിനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു. അതാണ് ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പോൾ ദൈവഭയത്തിൽ, ഒരു യജമാനൻ്റെ ഭയത്തിൽ, യജമാനനുണ്ട്, ആ യജമാനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നുള്ള ആ നിരന്തരമായ ദൈവഭയത്തിൽ നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. യോഹന്നാൻ 2:6 പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പോൾ ദൈവത്തിൽ നമ്മൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, ദൈവത്തെ ഇഷ്ടപ്പെടുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും, അവനിൽ വസിക്കുന്നുവെന്ന് പറയുമ്പോഴും അവൻ നടന്നതുപോലെ ഞാനും നിങ്ങൾ നടക്കണം. വീണ്ടും 1 യോഹന്നാൻ 2:15 പറയുന്നു, ഒരു മനുഷ്യനെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇത് ഒരു മനുഷ്യൻ്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നു. ഇത് ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്നും പുറകോട്ട് തള്ളുകയാണ്. മുൻപോട്ടല്ല തള്ളുന്നത്, ദൈവത്തിൽ നിന്നും പുറകോട്ട് വലിക്കുകയാണ്. ഇതെല്ലാം ലോകത്തിൽ നിന്ന് വരുന്നതാണ്. ഇത് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത്.
ഇത് തിരിച്ചറിയാത്തത് അജ്ഞാനമാണ്. ഈ ലോകത്തിൻ്റെ ഒഴുക്കിൽ ഒഴുകിപ്പോകുന്നു. 3 യോഹന്നാൻ 1:11 പറയുന്നു, പ്രിയനെ, നന്മയല്ലാതെ നല്ലതല്ലാതെ തിന്മയെ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവമക്കൾ ദൈവത്തിൻ്റെ നീതി, നിർമ്മലത, തിന്മയോടുള്ള വെറുപ്പ്, നന്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം ജീവിതത്തിൽ പകർത്തേണ്ടതാകുന്നു. വിശുദ്ധീകരണം വിശ്വാസത്താൽ ആരംഭിക്കുന്ന ഒന്നാണ്. വിശുദ്ധീകരണം ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട ഹിതത്തോടുള്ള സമ്പൂർണമായ സമർപ്പണത്തിലും പ്രതിബദ്ധതയിലും ധാർമ്മിക ജീവിതത്തിലും പ്രകടമാകേണ്ട ഒന്നാണ്. ഒരു ദൈവ പൈതൽ തന്നിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപയ്ക്ക് പൂർണ്ണമായി വിധേയപ്പെട്ട് ദൈവഹിതം ജീവിതത്തിൽ നിറവേറ്റിക്കൊണ്ട് ധാർമ്മിക പോരാട്ടങ്ങളെ വിശ്വാസത്താലും ആന്തരികമായി പ്രവർത്തിക്കുന്ന ദൈവശക്തിയാലും ജയിച്ചടക്കി വിശുദ്ധിയിൽ വളരണം. അങ്ങനെ ദൈവഭയത്തിലും ദൈവാശ്രയത്തിലും വിശുദ്ധിയെ തികച്ച് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യരായി വെളിപ്പെടുന്നതിനും അവനോട് സദൃശ്യമായി തീരുന്നതിനും ഒരുങ്ങണം. 2 കൊരിന്ത്യർ 7-1 മുതൽ ഉള്ള വാക്യങ്ങൾ, 3-18 വാക്യത്തിലൊക്കെയും ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവൃത്തികളേറെ പ്രധാനമാണ്, നമ്മുടെ ജീവിതമേറെ പ്രധാനമാണ്. ഈ ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ അഴിക്കുന്നുവോ അത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ഭൂമിയിൽ എന്തൊക്കെ കെട്ടുന്നുവോ അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഈ ഭൂമി വിശുദ്ധിയോടെ ജീവിച്ച് വിശുദ്ധനായ ദൈവത്തിൻ്റെ ആ ഒരു പ്രതിനിധികളായി വളരുവാൻ, ജീവിപ്പാൻ, വിശുദ്ധനായ ദൈവത്തിൻ്റെ പ്രതിനിധികളായി സ്വർഗത്തിലും ഒരു സ്ഥിരവാസം ഉറപ്പിക്കുവാൻ, ഈ ഭൂതലത്തിലെ വിശുദ്ധി സ്വർഗത്തിലും ഒരു സ്ഥിരത ഉറപ്പിക്കുവാൻ നമുക്ക് സഹായകരമാകണം. അല്ല എങ്കിൽ ഈ ലോകത്തുനിന്നുകൊണ്ട് നമ്മൾ നേടിയതൊക്കെ വ്യർത്ഥമാണ്. നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നമുക്കൊരു പ്രയോജനവുമില്ല. നമ്മുടെ ആത്മാവായിരിക്കണമെങ്കിൽ വിശുദ്ധിയായിരിക്കണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ ഹൃദയം ശുദ്ധമുള്ളതായിരിക്കണം, മനസ്സ് ശുദ്ധമുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചലനങ്ങളും വാക്കുകളും പ്രവൃത്തികളും കാഴ്ചപ്പാടുകളും വിശുദ്ധമായിരിക്കണം. ആ വിശുദ്ധിയോടുകൂടെ മാത്രമേ ഈ ദൈവത്തെ ദർശിക്കാൻ കഴിയുകയുള്ളൂ. വിശുദ്ധി കൂടാതെ ദൈവത്തെ ഒരിക്കലും നമുക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാം. സർവശക്തനായ ദൈവം നമുക്ക് അതിനുവേണ്ട പ്രചോദനങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ആശ്വാസവും ആ ക്രിസ്തു യേശുവിലെ ഭാവം നമ്മുടെ ജീവിതത്തിൽ ധരിച്ച് നമുക്ക് മുന്നോട്ട് ഗമിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി സ്തോത്രം. ദൈവമേ, വിശുദ്ധരായിരിപ്പിൻ എന്നുള്ള തിരുവചനാവസ്ഥയിൽ ആ വിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്ത ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ, മനസ്സിലാക്കുവാൻ അവിടുന്ന് കൃപ നൽകി. ആ ചിന്തയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണം. ആ ചിന്ത വിട്ട് ജീവിപ്പാൻ അനുവദിക്കരുതേ അപ്പ. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഭൂതലത്തിൽ അനുദിനവും ദൈവത്തെ കണ്ട് യാത്ര ചെയ്യുവാൻ ദൈവമേ, ഈ ഭൂതലം വിടുമ്പോഴും ആ വിശുദ്ധിയിൽ നിലനിൽക്കുന്ന കർത്താവിനെ മുഖാമുഖമായി കണ്ട് ആ സ്ഥാനം അലങ്കരിപ്പാൻ, ആ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി ആ സ്ഥാനം അലങ്കരിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ദൈവമേ, വിശുദ്ധിയിൽ വളരുവാൻ തടസ്സമായി നിൽക്കുന്നവയെല്ലാം തിരിച്ചറിയുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. അവയെല്ലാം തിരിച്ചറിഞ്ഞ് അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കർത്താവിനോട് അനുദിനം ചേർന്ന് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം അതിനുവേണ്ടി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. വിശുദ്ധിയോടെ ജീവിച്ച് ആ വിശുദ്ധനായ ദൈവത്തിൻ്റെ വടാത്ത കിരീടത്തിന് അർഹരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കും. തിരുകൃപ പകരും. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം. ദൈവമുള്ള നല്ല പിതാവേ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു.